ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ അകത്തേക്ക് പോവാം. ഞാനൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. വാഷ് ചെയ്തില്ലേ? ഞാൻ പോട്ടെ. ക്വാർട്ടേഴ്സിലേക്ക് റിങ് ചെയ്ത് പറയൂ, ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണെന്ന്. ആരെയും ബോധിപ്പിക്കാനുണ്ടായിട്ടല്ല. അകത്ത് എന്റെ ഡ്രസ്സിംഗ് ഗൗൺ ഉണ്ട്, അത് മതിയെങ്കിൽ ചേഞ്ച് ചെയ്തോളൂ. രാവിലെ പോകാം. രാക്ഷസനെ എപ്പോ വേണമെങ്കിലും എനിക്ക് അടക്കി നിർത്താം. ഭയപ്പെടണ്ട. ഭയം എന്നെ തന്നെയാണ്. ഗോ ആൻഡ് ചേഞ്ച്. തനി കോമാളിയായിരിക്കുന്നു ഞാൻ, അല്ലേ? വേണ്ട, ചിയേഴ്സ്. എല്ലാ കോമാളിത്തരത്തിനും ചിയേഴ്സ്. ചിയേഴ്സ്. 10 മിനിറ്റ് ക്ഷമയോടെ ഇവിടെ ഇരിക്കാമോ? ഇനി ബോട്ടിൽ തൊടാൻ പാടില്ല, ഞാൻ വരുന്നവരെ. അകത്തെനിക്ക് അല്പം കാര്യമുണ്ട്. അനുസരണത്തോടെ ഇരിക്കാമോ? ശരി. സഹായിക്കണം. നോ എൻട്രി. പുരുഷന്മാർക്ക് പ്രവേശനമില്ല. കുട്ടിക്കാലത്ത് വീട് വെച്ച് കളിക്കാറുണ്ട്. പൂഴിമണലിന്റെ ചോറ്, അപ്പയിലയുടെ കൂട്ടാൻ. നമ്മളിപ്പോ വീട് വെച്ച് കളിക്കുക. കളിയാണെങ്കിലും അതിന്റെ നിയമം പാലിക്കണം. ഭക്ഷണം നിർത്തിയാൽ ആറുന്നതിന് മുമ്പ് കഴിക്കണം. ഇരിക്കൂ. ആ മതി, മതിയെന്ന്. ഇനി ആഹാരം കഴിക്കും. മാലതി വിശപ്പറിഞ്ഞിട്ടുണ്ടോ? വിശപ്പ് ഒരു നേരത്തെയോ ഒരു ദിവസത്തെയോ വിശപ്പല്ല. ചോറ്, വയറ് നിറച്ച് ചോറ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് കുറെ വർഷങ്ങൾ. ഇപ്പോൾ വേണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറാം, 5 കോഴ്സ് ഡിന്നർ ഓർഡർ ചെയ്യാം. പക്ഷേ രുചിയില്ല. ഓർമ്മകളും ഒരു സമ്പാദ്യമാണ്. കുട്ടിക്കാലത്ത് എല്ലാം വെള്ളിത്തളികയിൽ മുമ്പിലെത്തിയവർ. മുതിർന്നപ്പോഴത്തെ കഥകളും എനിക്കറിയാം. ഞാൻ സഹായിക്കണം. നേരം അറിയാം, ഒരുപാടായി. 2 കിടപ്പുമുറികളുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം.
ഞാൻ പൊയ്ക്കൊള്ളാം ദേവി. സത്യം, ദേവിയാണ് സത്യം. ഒൻപത് മണിക്കാണ് ഡ്യൂട്ടി. ആദ്യം ക്വാർട്ടേഴ്സിൽ പോണം. ഞാൻ നടക്കട്ടെ? ഉടൻ റെഡിയാവാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ടാക്സി കിട്ടും. സാവധാനത്തിൽ റെഡിയായി ഓഫീസിൽ പോയാൽ മതിയല്ലോ, ഒരു എക്സിക്യൂട്ടീവ് ആവുമ്പോൾ. ഒരു തമാശ. കാലത്ത് കണ്ണു തുറന്നപ്പോൾ സ്വപ്നം കണ്ടതാണെന്ന് ആദ്യം തോന്നിയത്. പിന്നെയാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം ചായക്കപ്പുമായി മുമ്പിൽ അല്ലേ? ആരാണ് ദേവി? ഉറക്കത്തിൽ എന്നെ 100 വട്ടം ദേവി എന്ന് വിളിച്ചു. ആരാധനയ്ക്കുള്ള മൂർത്തിയാണല്ലോ ദേവി. ആരാധന അങ്ങനെ കളിയാക്കണ്ട. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആളുകളും സ്ഥലങ്ങളും ഒക്കെ മാറിപ്പോവും സ്വപ്നങ്ങളിൽ. പോട്ടെ, ലീവ് എടുക്കുന്ന കാര്യം ഞാൻ പറയാം. നേരത്തെ അപേക്ഷിച്ചാലേ എനിക്ക് സാങ്ഷൻ ആവും. അപേക്ഷിച്ചോളൂ. എനിക്ക് എപ്പോ വേണമെങ്കിലും ലീവ് എടുക്കാം. അതറിയാം. എന്നാലും ഉദ്ദേശം തീയതി പറഞ്ഞാൽ. നോക്കട്ടെ, ബോസുമായി ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ ഫോൺ ചെയ്ത് പറയാം. Ask her to come in, please. This is a real surprise. മൂന്ന് ദിവസമായി ഫോൺ ചെയ്യുന്നുണ്ട്, വീട്ടിലും ഇവിടെയും. ഞാൻ പെട്ടെന്ന് കെയ്റോയിൽ പോയി. ഒരു ചെറിയ ഓഫീസ് കാര്യം അറിയിക്കാൻ പറ്റിയില്ല. തിരക്കായിരിക്കും, അതറിയാം. ഞാൻ അധിക സമയം എടുക്കുന്നില്ല. ഓ, സാരമില്ല. ഒഴിവാക്കേണ്ടവർ വന്നാൽ കുറച്ച് കൂടുതൽ തിരക്ക് അഭിനയിക്കും. ഇരിക്കൂ. ലീവ് കിട്ടി. 12-ാം തീയതി എയർ ഇന്ത്യക്ക് ബുക്ക് ചെയ്തു. ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ ആണ്. ബുദ്ധിമുട്ടുണ്ട? എയർപോർട്ടിലൊന്നും വരണ്ട. ഞാൻ നോക്കട്ടെ. സമയമുണ്ടായാലും വേണ്ട, എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. നോ പ്രോബ്ലംസ്. രാജൻ എന്ന് വരും? തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അറിയാമല്ലോ. എനിക്ക് 2 മാസത്തെ ലീവേ ഉള്ളൂ. ഞാൻ വരും. വന്ന ഉടനെ കോണ്ടാക്ട് ചെയ്യാം. ഗ്രാമമാണ്, ടെലിഫോണൊന്നുമില്ല. സ്ഥലം മനസ്സിലായിട്ടുണ്ടല്ലോ. മുറ്റം വരെ ഇപ്പൊ കാർ വരും. എത്തിയ ഉടനെ വീട്ടിലൊന്ന് വന്നാൽ മതി. വരും. ചെറിയ വീടാണ്. ദുബായ് പണത്തിന്റെ മാളികയൊന്നുമല്ല. എന്നാലും വരണം. മിക്കവാറും ഒന്നിച്ചാവും വരുന്നതെന്ന് ഞാൻ അച്ഛൻ എഴുതിയിരുന്നു. സാരമില്ല, ഞങ്ങൾ കാത്തിരിക്കും. പറഞ്ഞില്ലേ, ഞാൻ ഉടനെ വരുന്നുണ്ട്. 2 മാസത്തിലേറെ ലീവ് എടുക്കേണ്ടി വന്നാൽ ജോലി
അല്ല, ജോലി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. 12-ാം തീയതി 9:30. വേണ്ട, യാത്ര അയക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. അവിടെ സ്വീകരിക്കാൻ വേണമെങ്കിൽ എയർപോർട്ടിൽ ഞാൻ വരാം. അതെനിക്കും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ കേബിൾ അയക്കാം. സ്വീകരണവും സൽക്കാരവും ഒക്കെ വീട്ടിൽ വരുമ്പോൾ മതി. സൽക്കരിക്കാൻ ഇനി അധികം ബാക്കി നിർത്തിയിട്ടില്ലല്ലോ. ബൈ, സീ സൂൺ.